അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്ന ഒരു കിടിലൻ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് കിടിലൻ ഓട്ടടയാണ് കേട്ടോ. ഓട്ടട നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഓട്ടടയ്ക്ക് നമ്മളിവിടെ മുട്ടപ്പത്തിരി എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ ഇവിടെ അധികം നമ്മൾ പറയാറ് മുട്ടപ്പത്തിരി എന്നാണ്. അപ്പോൾ നിങ്ങളോട് എന്താ പറയാമെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കാം. അപ്പോൾ അതിനു വേണ്ടി ഞാൻ തലേദിവസം രാത്രി കിടക്കുമ്പം ഒരു കപ്പ് പച്ചരി, അതായത് 250 ml ഒരു കപ്പ് പച്ചരി, കുറച്ച് ആളുകളേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒരു കപ്പ് പച്ചരി എടുത്തിട്ട് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓരോരുത്തർക്ക് മെമ്പേഴ്സ് അനുസരിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനൊരു കപ്പ് പച്ചരി കൊണ്ടുള്ള അളവാണ് ഇപ്പോൾ പറയുന്നത്. ഒരു കപ്പ് പച്ചരി കഴുകി വൃത്തിയാക്കിയിട്ട് തന്നെ വെള്ളത്തിലിട്ട് വെച്ചതാണ് കേട്ടോ. ഇനി ഒന്നുകൂടി കഴുകിയിട്ട് വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ അത് കളഞ്ഞിട്ടുണ്ട്, വെള്ളമൊക്കെ കളഞ്ഞ് വാർത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച അരി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 250 ml കപ്പിലെ അരിക്ക് നമ്മൾ അരക്കപ്പ് ചോറാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. 125 ml കപ്പിലെ അരക്കപ്പ് ചോറ് ചേർത്ത് കൊടുക്കാം. സെയിം അളവിൽ തന്നെ നമുക്ക് തേങ്ങ ഇവിടെ ചേർത്ത് കൊടുക്കാം. തേങ്ങ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ അത് സ്കിപ്പ് ചെയ്യരുത്. അപ്പോൾ അതുകൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. അരക്കപ്പ് ചോറും സെയിം കപ്പിൽ തന്നെ നമുക്ക് തേങ്ങയും ചേർത്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരുപാട് ലൂസാക്കരുത്, ബെറ്റർ നല്ല തിക്കും ആക്കരുത്. ആ രീതിയിലാണ് ഓട്ടടയുടെ വെള്ളത്തിൻ്റെ കൺസിസ്റ്റൻസി. അപ്പോൾ നമ്മൾ ഇത് ഏകദേശം ഒരു ഗ്ലാസ്സിൽ കപ്പ് വെള്ളം ഒഴിച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ അളവെന്ന് വെച്ചാൽ നമ്മൾ അരിയും ഇതൊക്കെ തേങ്ങയൊക്കെ നിൽക്കുന്നതിൻ്റെ നിരപ്പിൽ ഒഴിച്ചു കൊടുത്താൽ മതി. വെള്ളം കൂടുതൽ ഒഴിച്ചു കൊടുക്കരുത്. അപ്പോൾ ഞാൻ കുറച്ചുകൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് മുകളിലേക്ക് പൊന്തി വന്നിട്ടുമില്ല, ആ നിൽക്കുന്ന അളവിൽ കറക്റ്റായിട്ടുള്ള വെള്ളമായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ജസ്റ്റ് ഒരു പൾസ് മൂടിലിട്ടോട്ട് ഒന്ന് തിരിച്ചെടുത്തിട്ട് വരാം കേട്ടോ. ഇനി ഒരു ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്തെടുക്കാനുണ്ട്. അതുകൊണ്ടാണ് ജസ്റ്റ് ഒന്ന് മിക്സി അടിച്ചെടുത്തിട്ട് വരാമെന്ന് പറഞ്ഞത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഒന്ന് പൾസ് മൂടിലിട്ടിട്ട് തിരിച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു കോഴിമുട്ട കൂടെ ചേർത്തെടുക്കണം. ഇത് ഒരെണ്ണം മതിയാവും കേട്ടോ. ഈ ഒരു കപ്പ് അളവിലേക്ക് ഒരു കോഴിമുട്ട മതിയാവും. അപ്പോൾ നിങ്ങൾക്ക് അരിയും മെമ്പേഴ്സൊക്കെ കൂടുതലുണ്ടെങ്കിൽ അരിയുടെ കൂടെ കോഴിമുട്ടയുടെ അളവും കൂട്ടി കൊടുക്കുക കേട്ടോ. ഒരു കോഴിമുട്ട ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് മാവ് അരച്ചെടുത്ത ശേഷം ഉപ്പ് ചേർത്ത് കൊടുത്താലും മതി. അപ്പം ഞാൻ എല്ലായിടത്തും എത്തിക്കോട്ടെ എന്ന് കരുതിയിട്ട് ഇപ്പം ചേർത്ത് കൊടുത്തു മാത്രമേ ഉള്ളൂ കേട്ടോ. ഇനി നമുക്ക് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ ഇതിലൊരു മുട്ടയുടെ സ്മെല്ലൊന്നും ഉണ്ടാവില്ല കേട്ടോ, തീർച്ചയായും ഉണ്ടാവില്ല. നിങ്ങൾ എന്നാലും ട്രൈ ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. ഒരു കുഴപ്പം ഉണ്ടാവില്ല, മുട്ടയുടെ ഒരു സ്മെല്ലൊന്നും ഉണ്ടാവില്ല. അപ്പം നന്നായിട്ട് ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതേ അരച്ച് കൊണ്ടുവന്നിട്ട് ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇത് എന്താ പറയുക, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഫൈനായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി നമുക്ക് മനസ്സിലാവും. ഒരു ഓട്ടയുടെ ചുട്ടെടുക്കുമ്പോൾ തന്നെ അത് എങ്ങനെയാണ് ഇതിൻ്റെ വെള്ളത്തിൻ്റെ പരുവെന്ന് മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഇത് അരച്ചെടുത്തിട്ടുണ്ട്, ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആ മിക്സിയുടെ ജാറിൽ എന്തായാലും കുറച്ചുകൂടി മാവ് ഉണ്ടാവുമല്ലോ, അതിനോട് കുറച്ച് വെള്ളം ഞാൻ അതിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഒരു കയ്യിൽ വെച്ചിട്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഉപ്പ് ഇല്ലെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്ന 1 സ്പൂണ് വെളിച്ചെണ്ണയാണ് കേട്ടോ. വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നത് കൊണ്ട് ഹോൾസ് വരാനും അതുപോലെ തന്നെ ചട്ടിയുടെ അടി പിടിക്കാതിരിക്കാനും ഒക്കെ സൂപ്പറാണ്, ഒക്കെ നല്ലതാണ് കേട്ടോ. അപ്പോൾ അതുപോലെ എന്തായാലും നിങ്ങൾ ചെയ്തെടുക്കുക. അപ്പോൾ ഇതിൽ ഫസ്റ്റ് നമ്മൾ ഇതൊക്കെ ഉണ്ടാക്കിയെടുത്ത് ഒരു ഓട്ടോടെ ചുട്ടെടുക്കുമ്പോൾ തന്നെ മനസ്സിലാവും, സെൻറ്ററിൽ മാത്രം ഹോൾസ് വന്നിട്ട് ചുറ്റുഭാഗത്ത് ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് നിൽക്കും. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ലൂസാക്കി എടുത്താൽ മതി കേട്ടോ. കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുക, അപ്പോൾ ശരിയായി കിട്ടിക്കോളും. അപ്പോൾ ഫസ്റ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ അങ്ങനെ ഒരു വരാറുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ ഒന്ന് സൂക്ഷിച്ചാൽ മതി കേട്ടോ. അപ്പോൾ അത് ഒരുപാട് ലൂസും അല്ല ഒരുപാട് ടൈറ്റും അല്ലാത്തൊരു കൺസിസ്റ്റൻസിയിലാക്കി എടുത്തിട്ടുണ്ട്. ഒരു സ്പൂണ് വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് ഇപ്പം തന്നെ ചുട്ടെടുക്കാം കേട്ടോ. റെസ്റ്റ് ചെയ്യാൻ വയ്ക്കൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ ചുട്ടെടുക്കാവുന്ന റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾ ഇപ്പം തന്നെ ട്രൈ ചെയ്താൽ. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത് വിറകടുപ്പിലാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ മൺചട്ടി വെച്ചിട്ട് ഗ്യാസ് അടുപ്പിൽ ഉണ്ടാക്കിയെടുക്കുക, അല്ലെങ്കിൽ നോൺ സ്റ്റിക്ക് പാനിൽ റെഡിയാക്കി എടുക്കാം. അപ്പം നമ്മൾ ചെയ്തത് എനിക്ക് പേഴ്സണലി ഇഷ്ടം വിറകടുപ്പിൽ ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ഒരു രീതിയിൽ കാണിച്ചത് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ചട്ടി ഗ്യാസിൽ വെച്ച് ചെയ്തെടുക്കാം.
അപ്പോൾ അത് ചട്ടി ഒന്ന് ചൂടായി വരട്ടെ. ഓവർ ചൂടും പാടില്ല, തീരെ ചൂടില്ലാതിരിക്കാനും പാടില്ല കേട്ടോ. അപ്പോൾ ഒരു മീഡിയം ലെവലിൽ നിന്നിട്ട് നമ്മൾ തീ കൺട്രോൾ ചെയ്തിട്ട് വെക്കണം. അപ്പോൾ അത് ചൂടായിട്ടുണ്ട്. അപ്പം ഞാൻ ഈ ഒരു കോരി കൊണ്ട് 2 കോരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഒരു കോരി ഇഷ്ടമുള്ളൂ വെച്ചെങ്കിൽ അത്രേ വലിപ്പമേ വേണ്ടുള്ളൂ വെച്ചെങ്കിൽ ഞാൻ അതത്ര ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഞാൻ അപ്പോൾ ഇത് 2 കോരി ഇട്ട് കൊടുത്തിട്ട് വേഗം പണി കഴിയുകയും ചെയ്യും. ഓരോന്നൊക്കെ കഴിക്കുന്നവർക്ക് അത്യാവശ്യം ആവുകയും ചെയ്യുമല്ലോ. ആ ഒരു എളുപ്പപ്പണിക്കാനായിട്ട് ഞാൻ ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ വലിയൊരു മുത്തപ്പത്തിരി ആയെന്ന് മാത്രം. അപ്പോൾ ദേ ഇതിങ്ങനെ തീ കത്തിക്കുമ്പോൾ നല്ലോണം ഹോൾസൊക്കെ നന്നായി വന്നു കൊടുക്കും. അപ്പം ഞാൻ പറഞ്ഞില്ലേ മാവിൻ്റെ കൺസിസ്റ്റൻസി നമുക്ക് അറിയാൻ കഴിയട്ടെ. ഹോൾസ് സെൻറ്ററിൽ മാത്രം വന്നുകൊണ്ട് അരികുവശത്തൊന്നും ഹോൾസ് വരില്ല. അപ്പോൾ നമുക്ക് വെള്ളത്തിൻ്റെ കൺസിസ്റ്റൻസി മാറ്റി കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ബാക്കി ഒന്ന് നന്നായി കലക്കിയെടുത്താൽ പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അത് ഇനി ഹോൾസൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. കണ്ടില്ലേ, സൈഡും എല്ലാ ഭാഗത്തും ഹോൾസ് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മൂടി വയ്ക്കാം കേട്ടോ. അപ്പോൾ ഒന്ന് ശരിക്കും വെന്ത് വരട്ടെ. ഹോൾസ് വന്നതിന് ശേഷം മൂടി വെച്ചാൽ മതി, അല്ലെങ്കിൽ ചെട്ടുന്ന പ്ലെയിനായി പോവും. ആ ഹോൾസ് വരുന്ന ഭാഗം പ്ലെയിനായി പോവും പെട്ടെന്ന് മൂടി വെച്ചാൽ കേട്ടോ. അപ്പോൾ ഇത് എല്ലാ ഭാഗത്തും വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു മൂടി കൊണ്ട് മൂടി വയ്ക്കാം കേട്ടോ. അത് കവർ ചെയ്യുന്ന രീതിയിൽ മൂടി വയ്ക്കാം. അപ്പോൾ ഞാൻ ഇത് ഒരു ചായ വയ്ക്കുന്ന സോസ് പാൻ്റെ ഒരു മൂടി കൊണ്ടാണ് കേട്ടോ ഞാൻ മൂടി കൊടുത്തുള്ളത്. നമുക്ക് ഇഷ്ടമുള്ളത് കൊണ്ട് മൂടി കൊടുക്കാം. അത് കവർ ചെയ്യുന്ന രീതിയിൽ നമുക്ക് മൂടി കൊടുക്കാം. അപ്പോൾ അടിഭാഗം ഒന്ന് കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് എടുക്കാവുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കിയെടുക്കുന്ന ചട്ടി ആയതുകൊണ്ട് സൈഡൊക്കെ കണ്ടില്ലേ വിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേഗം തന്നെ എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ പുതിയ ചട്ടി നമ്മളൊന്നും ഇങ്ങനെ വിട്ട് കിട്ടിയെന്ന് വരില്ല. അപ്പോൾ നിങ്ങൾ നോൺ സ്റ്റിക്ക് പാനിൽ ചെയ്തെടുത്താൽ മതി. ഒടി പിടിക്കാതെ നല്ലതായിട്ട് പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയില്ല, എല്ലാ ഭാഗത്തും ഹോൾസൊക്കെ വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഓട്ടയുടെ റെസിപ്പിയാണ്. തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇനി ഇതൊരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി എന്തായാലും ഒരെണ്ണോടെ ഞാൻ ഉണ്ടാക്കി കാണിച്ചു തരാം. അപ്പോൾ നമ്മളെ വെള്ളത്തിൻ്റെ പരുവും എല്ലാം കറക്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാ ഭാഗത്തും ഹോൾസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് വെള്ളത്തിൻ്റെ ശരി അല്ലെങ്കിൽ സെൻറ്റർ മാത്രമേ വരുള്ളൂ കേട്ടോ, ചുറ്റുപാടും വരില്ല. അപ്പോൾ നിങ്ങൾ അങ്ങനെ നോക്കിയിട്ട് ചെയ്താൽ മതി. അപ്പം ഞാൻ 2 കോരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് തീയൊന്ന് ശ്രദ്ധിച്ചു കൊടുത്തുകൊണ്ട് ഹോൾസൊക്കെ വന്നതിന് ശേഷം നമുക്ക് വീണ്ടും മൂടി വെച്ചിട്ട് മൂടിക്കൊടുക്കാം. എല്ലായിടത്തും ഹോൾസൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നല്ല റെസിപ്പിയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇത് പെർഫെക്റ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ്. നിങ്ങൾക്ക് ഗ്യാസ് അടുപ്പിൽ എവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എന്നിട്ട് കമൻറ്റ് അറിയിക്കാനൊന്നും മറക്കരുതേ. അപ്പോൾ എല്ലാ ഭാഗത്തും ഹോൾസ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കണ്ടില്ലേ എല്ലാ ഭാഗത്തും പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ നമുക്കിത് സൈഡൊക്കെ വിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതൊക്കെ എടുക്കാം കേട്ടോ. ചട്ടിയിൽ നിന്ന് എടുത്തെടുക്കാം. അപ്പോൾ ഇത് വേഗം തന്നെ വിട്ട് വന്നിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. ഇനി ഇതുപോലെ എല്ലാ ഓട്ടടയും ചുട്ടെടുത്തിട്ട് വരാം. അപ്പോൾ ഈ പാത്രത്തിലേക്ക് ഞാൻ എല്ലാം ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു കപ്പ് പച്ചരിയും ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും വെച്ചിട്ട് നമുക്ക് ഏകദേശം ഒരു 7 എണ്ണം കിട്ടിയിട്ടുണ്ട് കേട്ടോ. 7 ഓട്ടട കിട്ടിയിട്ടുണ്ട്. ഒരു 6 എണ്ണം വലുതും ഒരു ചെറുത് കിട്ടിയിട്ട്. അപ്പോൾ ചെറുത് ഞാൻ അതിൽ വെച്ചിട്ടില്ല കേട്ടോ. ഏകദേശം ഒരു 6 ഓട്ടട 7 ഓട്ടട എന്ന് വെച്ചാൽ ഒരു ഇത്ര വലിപ്പമില്ലാത്ത ഒരു കോരിക്ക ഉണ്ടായിരുന്നുള്ളൂ. ആ രീതിയിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ചെറുതുണ്ടാക്കിയെടുക്കാൻ ഇതിൽ കൂടുതൽ കിട്ടും. അപ്പോൾ ചെറുത് ഉണ്ടാക്കി ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. നല്ല ആരെടുത്ത നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ രീതിയിൽ അതേ അളവിൽ ഫോളോ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് നല്ല ഓട്ടട ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു വരുത് കേട്ടോ. തൊട്ടടുത്തുള്ള ബെല്ലേക്കും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. നിങ്ങൾ പെട്ടെന്ന് തന്നെ നമ്മൾ പുട്ട് പത്തിരിയൊക്കെ ഉണ്ടാക്കിയെടുക്കാറില്ലേ. അപ്പോൾ അതിന് പകരം ഒന്ന് ട്രൈ ചെയ്ത് ഒരു കപ്പ് പച്ചരി ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമല്ലോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. നല്ല റെസിപ്പിയുമായി അടുത്ത വീഡിയോ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.